Hi all. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ ആണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ വരാം. ലെറ്റ് എസ് ബി എ സെറ്റ് വിത്ത് n elements and also c1, c2, etc. ct be a collection of conditions. Then n of ci denotes number of elements in s satisfying condition ci. അതായത് നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് എസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് n നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഇപ്പം 1 to മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് ആണ് നമ്മുടെ എസ് എന്ന് പറയുന്ന സെറ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിൽ നമ്മൾ സെർട്ടൻ കണ്ടീഷൻസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സപ്പോസ് C1 എന്ന് പറയുന്നത് നമ്പർ ഡിവിസിബിൾ ബൈ 5 ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വരും? C1 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേ അധികം എലമെൻറ്റ്സ് എസ്സിൽ ഉണ്ടാവും. അതിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്? n of C1. അപ്പോൾ n of C1 എന്ന് പറഞ്ഞാൽ C1 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര സംഖ്യകളുണ്ട് അതിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ n of C1 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എസിൻ്റെ കാർഡിനാലിറ്റിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് n of S. n of S എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? എസ് എന്ന് പറയുന്ന മെയിൻ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഈ കേസിൽ ഇപ്പോൾ എത്രയാണ്? 100 ആണെന്ത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ C1, C2 എക്സെട്ര കുറേ അധികം കണ്ടീഷൻസ്. ഇനി C2 എന്ന് പറയുന്നത് സപ്പോസ് നമ്പർ ഡിവിസിബിൾ ബൈ 6 എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് C2 എന്ന് പറയുന്ന രണ്ടാമത്തെ കണ്ടീഷനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന എസ് എന്ന് പറയുന്ന സെറ്റിൽ വിത്ത് n എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ C1, C2 എക്സെട്ര CT ബി എ കളക്ഷൻ ഓഫ് കണ്ടീഷൻസ് ആണെങ്കിൽ n ഓഫ് CI ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ CI എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സിനെയാണ് n ഓഫ് CI എന്ന് പറയാം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും A എന്ന് പറയുന്ന സെറ്റ് നമുക്ക് അറിയാമെങ്കിൽ A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ സെറ്റ് നമുക്കറിയാം. എന്താ? എയിൽ ഇല്ലാത്ത എലമെൻറ്റ്സുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ പറഞ്ഞിരിക്കുന്ന A കോംപ്ലിമെന്റ് എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ CI എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ CI കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ഡിവിസിബിൾ. ഇപ്പോൾ നേരത്തെ കേസ് എടുക്കുകയാണെങ്കിൽ സപ്പോസ് CI എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ നമ്പർ ഡിവിസിബിൾ ബൈ 5 ആണെങ്കിൽ CI കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ നോട്ട് ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ n ഓഫ് CI കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് എലമെൻറ്റ്സ് വിച്ച് സാറ്റിസ്ഫൈ അല്ലെങ്കിൽ വിച്ച് ഇസ് ഡു നോട്ട് ഡിവിസിബിൾ ബൈ 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിൻ്റെ എണ്ണം എത്രയാണ് എന്നാണ് എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്? n ഓഫ് CI കോംപ്ലിമെന്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ n ഓഫ് CI കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എസ് നോട്ട് സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ CI. അത് നമ്മൾ സാധാരണ രീതിയിൽ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ എസ് എന്ന് പറയുന്ന ഒരു സെറ്റ്, ഇതാണ് എസ് എന്ന് പറയുന്ന സെറ്റ്, ഇതാണ് CI കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള എല്ലാ എലമെൻറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? CI കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ CI കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ പുറത്ത് വരുന്ന എലമെൻറ്റ്സ് ആയിരിക്കും അല്ലേ? ഇതിൻ്റെ പുറത്ത് വരുന്ന ഈ എലമെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? CI കോംപ്ലിമെന്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ n ഓഫ് CI കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n ഓഫ് CI കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഈ പറഞ്ഞിരിക്കുന്ന n ഓഫ് S എന്ന് അല്ലെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് S എന്ന് എന്ത് ചെയ്യാം? എസിൻ്റെ കാർഡിനാലിറ്റിയിൽ നിന്ന് എന്ത് കുറക്കുക? നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന CIയിലുള്ള എലമെൻസിൻ്റെ എണ്ണം കുറക്കുക. CIയിലുള്ള എലമെൻസിൻ്റെ എണ്ണം എങ്ങനെയാണെന്ന് അറിയാം? n ഓഫ് CI ആണ്. അപ്പോൾ അത് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കാർഡിനാലിറ്റി ഓഫ് S നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുണ്ട്? ഫൈനൈറ്റ് സെറ്റാണ്, n ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ n മൈനസ് n ഓഫ് CI ആണെന്ത്? CI കോംപ്ലിമെൻ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ അതാണ് n ഓഫ് CI കോംപ്ലിമെൻ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് നോട്ട് സാറ്റിസ്ഫൈയിങ് കണ്ടീഷൻ CI. അത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ കൂടി മനസ്സിലാക്കി വെക്കുക. n മൈനസ് n ഓഫ് CI. ഇനി ഇതേപോലെ തന്നെ CI, n ഓഫ് CI CJ എന്ന് പറഞ്ഞാൽ മീനിങ് എന്തായിരിക്കും? CI CJ എന്ന് പറഞ്ഞാൽ ശരിക്കും CI ഇൻ്റർസെക്ഷൻ CJ. ഓക്കെ, അതായത് അപ്പോൾ n ഓഫ് CI ഇൻ്റർസെക്ഷൻ CI CJ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് n ഓഫ് CI ഇൻ്റർസെക്ഷൻ CJ എന്ന് വെച്ചാൽ CI എന്ന് പറയുന്ന കണ്ടീഷനും CJ എന്ന് പറയുന്ന കണ്ടീഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര സംഖ്യകളുണ്ട്? നേരത്തെ അതേ എക്സാമ്പിൾ നമ്മൾ എടുക്കാം. എസ് എന്ന് പറഞ്ഞാൽ സെറ്റ് 1 to 100 വരെ. CI ആയിട്ട് ഞാൻ എടുക്കുന്നത് നമ്പർ ഡിവിസിബിൾ ബൈ സപ്പോസ് 2 ആണെന്ന് വിചാരിക്കുക. CJ എന്ന് പറയുന്നത് നമ്പർ ഡിവിസിബിൾ ബൈ 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ CI CJ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് CI ഇൻ്റർസെക്ഷൻ CJ എന്ന് പറഞ്ഞാൽ എന്താ വരിക? നമ്പർ ഡിവിസിബിൾ ബൈ ബോത്ത് 2 and 3. അപ്പോൾ എന്തൊക്കെ വരും? 6, 12, 18 അങ്ങനെ കുറേ നമ്പേഴ്സ് വരും. അത് എത്ര എണ്ണം ഉണ്ട് എന്നാണ് n ഓഫ് CI ഇൻ്റർസെക്ഷൻ CJ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ n ഓഫ് CI
ഇൻ്റർസെക്ഷൻ സി ജെ അല്ലെങ്കിൽ എൻ ഓഫ് സി ഐ സി ജെ. ആ ഇൻ്റർസെക്ഷൻ എന്നുള്ളത് നമ്മൾ ഇൻറ്റു എന്നുള്ള രൂപത്തിൽ എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ആ ഇൻ്റർസെക്ഷൻ പാർട്ട് പറയാത്തത്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ മീനിങ് എന്ത് തന്നെയാണ്, എൻ ഓഫ് സി ഐ സി ജെ എന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എസ് സാറ്റിസ്ഫൈയിങ് ദ കണ്ടീഷൻ സി ഐ ആൻഡ് സി ജെ. സി ഐയും സി ജെയും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ്സിന്റെ കൗണ്ട് എത്രയാണ് അല്ലെങ്കിൽ എണ്ണം എത്രയാണെന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സി ഐ അറിയെങ്കിൽ എൻ ഓഫ് സി ഐ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എസ് നോട്ട് സാറ്റിസ്ഫൈയിങ് സി ഐ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് സി ഐ ഇൻ്റർസെക്ഷൻ സി ജെ അല്ലെങ്കിൽ സി ഐ ഇൻറ്റു സി ജെ, സോറി സി ഐ കോംപ്ലിമെന്റ് ഇൻറ്റു സി ജെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സി ഐ സി ജെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്ത എലമെന്റ്സുകളുടെ കളക്ഷൻ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എസ് that do not satisfy either of the condition ci or cj. ci-യോ അല്ലെങ്കിൽ cj-യോ സാറ്റിസ്ഫൈ ചെയ്യാത്ത എലമെന്റ്സുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സി ഐ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി ജെ കോംപ്ലിമെന്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ഇനിയൊരു അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇന്നലെ ഡിറൈവ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം ജസ്റ്റ് ഞാനൊന്ന് പറയാണ്. അപ്പോൾ ഇക്വേഷനിലേക്ക് വരുന്ന സമയത്ത് കൺസിഡർ എ സെറ്റ് എസ് together with cardinality s is equal to n and let c1 and c2 be the condition satisfied by some elements of s, then നമുക്കറിയാം n of c1 intersection c2 അല്ലെങ്കിൽ n of c1 c2 എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. n of c1 യൂണിയൻ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, നമുക്ക് വേണ്ടത് എന്താ, n of c1 യൂണിയൻ c2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പഠിച്ചു n of c1 പ്ലസ് n of c2 മൈനസ് n of c1 ഇൻ്റർസെക്ഷൻ c2 അല്ലെങ്കിൽ c1 ഇൻറ്റു c2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന n of c1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ c2 കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ n മൈനസ് n of c1 യൂണിയൻ c2 ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ n എന്ന് എന്ത് മൈനസ് ചെയ്യുക, n of c1 യൂണിയൻ c2 മൈനസ് ചെയ്യുക. അതാണ് ഇക്വേഷൻ. ഇക്വേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. n of c1 കോംപ്ലിമെന്റ് ഇൻറ്റു c2 കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു n മൈനസ് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം ശരിക്കും എന്ത് തന്നെയാണ്, നമ്മുടെ n of c1 പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് ഇവിടെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഈ പറഞ്ഞ n മൈനസ് ഓഫ് n of c1 യൂണിയൻ c2 ആണ്. അതായത് n മൈനസ് ഓഫ് n of c1 പ്ലസ് n of c2 മൈനസ് n of c1 ഇൻറ്റു c2. ഓക്കെ, ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് എന്താണ്, ഈ കോമൺ ആയിട്ടാണ് n of c1 യൂണിയൻ c2 മൊത്തത്തിലാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ നെഗറ്റീവ് ഉള്ളത്. ഇനി നെഗറ്റീവ് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് വരും, n മൈനസ് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ n of c1 പ്ലസ് n of c2 മൈനസ് ഓഫ് എന്നുള്ള രീതിയിലേക്ക് വരും. നെഗറ്റീവ് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ നെഗറ്റീവ് എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. ഒന്നിക്കൽ ഈ ഇക്വേഷൻ പഠിക്കുക, അല്ലെങ്കിൽ നേരത്തെ പഠിച്ച ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി, രണ്ടായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ n of c1 ഇന്റർസെക്ഷൻ c2 അല്ലെങ്കിൽ n of c1 കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ c2 കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു n മൈനസ് n of c1 പ്ലസ് n of c2. ബ്രാക്കറ്റ് ഇവിടെ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇവിടെ പ്ലസ് വന്നതെന്ന് മനസ്സിലാക്കുക. ഉള്ളിലാണെങ്കിൽ നമ്മൾ നെഗറ്റീവാണ് എടുക്കുക, പക്ഷേ നെഗറ്റീവ് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ആ പറഞ്ഞിരിക്കുന്ന ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ നെഗറ്റീവ് എന്തായിട്ട് മാറി, പ്ലസ് ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ n of c1 കോംപ്ലിമെന്റ് c2 കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. ഈ പറഞ്ഞിരിക്കുന്ന സർക്കിളിൽ n of c1ഉം ഈ പറഞ്ഞിരിക്കുന്ന സർക്കിളിൽ n of c2, ഇവിടെ n of c1 കോംപ്ലിമെന്റ് c2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള ഈ ഭാഗം, ഈ രണ്ടും ഇല്ലാത്ത ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, n of c1 കോംപ്ലിമെന്റ് c2 കോംപ്ലിമെന്റ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എസ് എന്ന് ഈ പറഞ്ഞിരിക്കുന്ന c1ഉം c2ഉം തമ്മിലുള്ള യൂണിയൻ എന്ത് ചെയ്യുക, ജസ്റ്റ് മൈനസ് ചെയ്യുക എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, n of c1 കോംപ്ലിമെന്റ് c2 കോംപ്ലിമെന്റ് ഈസ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എസ് ദാറ്റ് ഡു നോട്ട് പൊസസ് c1 ഓർ c2. ഓക്കെ, ഇനി ഈ പറഞ്ഞിരിക്കുന്ന 3 കണ്ടീഷൻ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കാൻ നോക്കാം. ലെറ്റ് S be a set with a cardinality s is equal to n and c1 c2 c3 be the conditions, then the number of elements that do not satisfy none of the conditions c1 c2 c3. അതായത് ഒരു എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട് വിത്ത് കാർഡിനാലിറ്റി n ആണ്. ആ
സെറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ 3 കണ്ടീഷൻസ് ഇൻഡ്യൂസ് ചെയ്യുന്നു. C1, C2, C3 be the 3 conditions. Then the number of elements that do not possess any of these conditions, ഈ 3 കണ്ടീഷനും പൊസസ് ചെയ്യാത്ത അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാത്ത എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് എസിലുണ്ട് എന്നാണ് നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. n ഓഫ് ഈ പറഞ്ഞിരിക്കുന്ന n ഓഫ് C1 കോംപ്ലിമെന്റ് C2 കോംപ്ലിമെന്റ് C3 കോംപ്ലിമെന്റ്. ഓക്കെ, C3 കോംപ്ലിമെന്റ് ഇതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് C1 C2 C3 ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് പോലും പൊസസ് ചെയ്യാത്ത അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാത്ത നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ ചെയ്യാം? ടോട്ടൽ n നിന്ന് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിലേക്ക് വരിക. ഇതാണ് നമ്മുടെ എന്ത്, ഈ സർക്കിള്, ഈ സർക്കിള്, ഈ സർക്കിള്, അതല്ലാത്ത ബാക്കി ഭാഗം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പുറത്ത് വരുന്ന റീജിയനാണ്, ഈ ഷെയ്ഡ് ചെയ്യുന്ന റീജിയനാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ഷെയ്ഡ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? C1 യൂണിയൻ C2 യൂണിയൻ C3 എന്ത് ചെയ്യാം? ടോട്ടൽ എസ് എന്ന് മൈനസ് ചെയ്ത ഭാഗമാണ് എന്ത്? C1 കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ C2 കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ C3 കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് n മൈനസ് n ഓഫ് C1 യൂണിയൻ C2 യൂണിയൻ C3 ആണ്. ഇന്നലെ നമ്മൾ C1 യൂണിയൻ C2 യൂണിയൻ C3 എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ളൊരു ഇക്വേഷൻ ആണ് കിട്ടുക. ഓക്കെ, അതായത് n ഓഫ് C1 കോംപ്ലിമെന്റ് C2 കോംപ്ലിമെന്റ് C3 കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു n മൈനസ് ഓഫ് n ഓഫ് C1 പ്ലസ് n ഓഫ് C2 പ്ലസ് n ഓഫ് C3. അടുത്തത് വീണ്ടും എന്ത് ചെയ്യാം? ആ ബ്രാക്കറ്റ് അതുപോലെ തന്നെ മനസ്സിലാക്കി പഠിച്ചാലും മതി. അതായത് n ഓഫ് നമ്മൾ യൂണിയൻ വെച്ച് പറയുകയാണെങ്കിൽ n ഓഫ് C1 പ്ലസ് n ഓഫ് C2 പ്ലസ് n ഓഫ് C3 മൈനസ് n ഓഫ് C1 C2 മൈനസ് n ഓഫ് C1 C3 മൈനസ് n ഓഫ് C2 C3 പ്ലസ് n ഓഫ് C1 C2 C3 ആണ്. ഓക്കെ, അത് ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ പ്ലസ് ഉള്ളതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം നെഗറ്റീവ് ആവും, നെഗറ്റീവ് ഉള്ളതെല്ലാം എന്താവും? പ്ലസ് ആയിട്ട് മാറും. ഇതെല്ലാം പ്ലസ് ആവും, പ്ലസ് ഉള്ളത് മൈനസ് ആവും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് വരുന്നത്. ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ നോക്കുക. n മൈനസ് n ഓഫ് C1 പ്ലസ് n ഓഫ് C2 പ്ലസ് n ഓഫ് C3. ഈ പറഞ്ഞ മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറി? ഈ ഭാഗം മുഴുവൻ യൂണിയൻ്റെ ഭാഗമായിട്ട് വരുന്നതെങ്കിൽ എന്താണ് വരിക? മൈനസ് ആയിരുന്നു. പക്ഷേ മൈനസ് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതെന്തായിട്ട് മാറി? പ്ലസ് ആയിട്ട് മാറി. ഇത് പ്ലസ് n ഓഫ് C1 C2 പ്ലസ് n ഓഫ് C2 C3 പ്ലസ് n ഓഫ് C1 C3. ഓൾറെഡി പ്ലസ് ഉള്ളത് എന്തായിട്ട് മാറി? n ഓഫ് C1 C2 C3. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന C1 C2 C3 സാറ്റിസ്ഫൈ ചെയ്യാത്ത നമ്പർ ഓഫ് എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി ഈ പറഞ്ഞിരിക്കുന്ന സംഭവത്തിന് നമുക്ക് വേണമെങ്കിൽ എത്ര കേസിലേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ജനറലൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ജനറലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യാം? n മൈനസ് ഈ പറഞ്ഞിരിക്കുന്ന n ഓഫ് CIs ഒറ്റക്കൊറ്റക്കുള്ളതെല്ലാം സം ചെയ്യുക. ദെൻ വീണ്ടും പ്ലസ് എന്ത് ചെയ്യാം? 2 സമ്മ് വരുന്നത്, അതായത് n ഓഫ് CI CJ. ഓക്കെ, അത് മൊത്തത്തിൽ എന്ത് ചെയ്യുക? സം ചെയ്യുക. ദെൻ വീണ്ടും എന്ത് ചെയ്യുക? മൈനസ് വരും. 3 സം, അതായത് n ഓഫ് CI CJ CK. ഓക്കെ, ഇനി അടുത്ത 4 ഉണ്ടെങ്കിൽ 4 സമ്മ്. അങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ട് എന്ത് ചെയ്യാം? സം ചെയ്ത് പോവാം. നമുക്ക് 4 വരെയൊക്കെ വരുള്ളൂ. അപ്പോൾ അത് ഓരോ പ്രോബ്ലം വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ജനറലൈസ്ഡ് ഫോമിലേക്ക് നമുക്ക് പഠിച്ചു നോക്കാം. ഓക്കെ, ദ ജനറലൈസേഷൻ ഓഫ് കേസ് 1 ഓർ കേസ് 2 ഈസ് കോൾഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ. ഇതിൻ്റെ ജനറലൈസേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ അല്ലെങ്കിൽ അതുപോലെ എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ജനറലൈസേഷൻ ബൈ ഹാർട്ട് പഠിക്കണ്ട, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഒരു മനസ്സിലാക്കിയിട്ടൊന്ന് ഓർത്ത് വെക്കുക. കൺസിഡർ എ സെറ്റ് with cardinality of S is equal to n and the condition C1, C2, C3, etc. Ct satisfied by some elements of S, then the number of elements of S that satisfy none of the conditions Ci were I equal to 1 to t വരെയുള്ള ഏതെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത നമ്പർ ഓഫ് എലമെന്റ്സ് ഈസ് ഡിനോട്ടഡ് ബൈ n കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു n ഓഫ് C1 കോംപ്ലിമെന്റ് C2 കോംപ്ലിമെന്റ് എക്സെട്ര CT കോംപ്ലിമെന്റ്. നേരത്തെ 3 എണ്ണത്തിന്റെ ജനറലൈസേഷൻ. ഓക്കെ, അപ്പോൾ ജനറലൈസേഷനിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ വരും? ദാറ്റ് ഈസ് n മൈനസ് ഒറ്റക്കൊറ്റക്കുള്ളതിൻ്റെ എല്ലാം സം എടുക്കുക. ഓക്കെ, പ്ലസ്
ഈ പറഞ്ഞിരിക്കുന്ന രണ്ടെണ്ണം തമ്മിലുള്ള സം അതിൻ്റെ നമ്പർ മൊത്തം എടുക്കുക, മൈനസ് മൂന്നെണ്ണം തമ്മിലുള്ള എല്ലാം എടുക്കുക. ഇങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് ലാസ്റ്റ് എന്ത് വരും? ഇവിടെ ടി എന്ന് പറയുന്നത് ഓരോന്ന് നോക്കുക. ഇപ്പോൾ സപ്പോസ് ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? തീരാം. നെഗറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ C1 C2 ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? എൻ ഓഫ് ഈ പറഞ്ഞിരിക്കുന്ന പ്ലസ് വരെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വരുന്നത് പ്ലസ് ആയിരിക്കും രണ്ടെണ്ണം ആണെങ്കിൽ. ഇനി മൂന്നെണ്ണം ഉണ്ടെങ്കിൽ C1 C2 C3 ഉണ്ടെങ്കിൽ ലാസ്റ്റ് സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി അതുപോലെ നാലെണ്ണം ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ സൈൻ ലാസ്റ്റ് ഇതിൻ്റെ സൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും നാലെണ്ണം ആണെങ്കിൽ. അപ്പോൾ ജനറൽ കേസ് ഇവിടെ ഈവൺ ആവുന്ന സമയത്ത് ലാസ്റ്റ് കേസ് എന്തായിരിക്കും? പോസിറ്റീവും. ഓഡ് ആവുന്ന സമയത്ത് ലാസ്റ്റ് സൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് അതിനുവേണ്ടി ഡിനോട്ട് ചെയ്യുന്നതാണ് -1/t. എത്ര കണ്ടീഷൻ ഉണ്ടോ അതാണ് ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഓഫ് എൻ ഓഫ് C1 C2 എക്സെട്ര CT. ഓക്കെ, ആ ജനറൽ കേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഇനി അതിൻ്റെ സമ്മേഷൻ ഫോമിലുള്ളത് വരുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന സിഗ്മ കൊടുത്തിട്ട്. ഇത്ര എഴുതുന്നതിന് പകരം സിഗ്മ ഫോമിൽ എൻ ഓഫ് CIs മൊത്തം സം ചെയ്യുക, എൻ ഓഫ് CI CJs മൊത്തം സം ചെയ്യുക, എൻ ഓഫ് CI CJ CK മൊത്തം സം ചെയ്യുക എക്സെട്ര. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? എൻ ഓഫ് C1 C2 എക്സെട്ര CT. ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് വേർ positive integer n where 1 less than or equal to n less than or equal to 100 and n is not divisible by 2 or 3 or 5. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് 1 to എക്സെട്ര n ആണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോട്ട് ഡിവിസിബിൾ ബൈ എന്ന് വെച്ചാൽ നോട്ട് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ കോംപ്ലിമെൻ്റ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക. ബൈ 2 or 3 or 5. അപ്പം നോട്ട് ഡിവിസിബിൾ ബൈ 2 or 3 or 5 എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇവിടെ എല്ലാം നേരത്തെ പഠിച്ചതല്ല എന്താ? C1 കോംപ്ലിമെൻറ്റ്, C2 കോംപ്ലിമെൻറ്റ് എന്നൊക്കെ പഠിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ C1 C2 ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് C1 കോംപ്ലിമെൻറ്റ് C2 കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോട്ട് ഡിവിസിബിൾ ബൈ എന്താണോ തരുന്നത് ആ കണ്ടീഷൻസിന് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം? C1 C2 ആയിട്ട് എടുക്കുക. അപ്പോൾ C1 ഇസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അല്ലെങ്കിൽ C1 ഇസ് ദി നമ്പർ ഡിവിസിബിൾ ബൈ എന്തെടുക്കുക? 2 എടുക്കുക. C2 എന്ന് പറഞ്ഞാൽ നമ്പർ ഡിവിസിബിൾ ബൈ 3 എടുക്കുക. C3 എന്ന് പറഞ്ഞാൽ നമ്പർ ഡിവിസിബിൾ ബൈ 5 എടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുത്താലുള്ള ഗുണം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ കൺസെപ്റ്റ് അതുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കാം. ഹിയർ S is equal to 1 2 3 etc 100. Cardinality of S is equal to n, that is equal to 100. Let C1 be the number that are divisible by 2, C2 be the number that are divisible by 3 and C3 be the number that are divisible by 5. ഇനി n of C1 കണ്ടുപിടിക്കണം. n of C1 എന്ന് പറഞ്ഞാൽ എന്താ? n of C1 കണ്ടുപിടിച്ചാലേ എനിക്ക് n of C1 കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റൂ. n of C1 കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ അത്? n of C1 കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു ടോട്ടൽ n മൈനസ് n of C1 ആണ്. ഇക്വേഷൻസ് എല്ലാം ഓർത്ത് വെക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി നിങ്ങൾ സിമ്പിളായിട്ട് ഇത്ര മാത്രം മനസ്സിലാക്കാം. ടോട്ടൽ n എത്രയാണോ, അപ്പോൾ n of നമുക്ക് C1 എന്ന് പറഞ്ഞാൽ n of 2 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ ഡിവൈഡ് ബൈ 2 എടുക്കുക. ഓക്കെ, ടോട്ടൽ ഡിവൈഡ് ബൈ 2 അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എടുക്കുക. ഓക്കെ, അത്രയും നമ്പർ ആയിരിക്കും n of C2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ n of C1 എന്ന് പറയുന്ന കേസ്. അപ്പോൾ ഇവിടെ ഇപ്പം 100/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരാം? 50 ആണ്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 50 തന്നെയാണ്. അപ്പോൾ n of 2 എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? 2 ആയിട്ട് എടുക്കാം. ഇനി n of 3ലേക്ക് വരുന്ന സമയത്ത് ഇതെന്താവും? അഗെയിൻ ടോട്ടൽ എത്രയാണോ 100/3 എടുക്കുക. 100/3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടാം? 33.33 എന്നുള്ള വാല്യൂ ആണ്. അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന 33യേക്കാൾ തൊട്ട് താഴെയുള്ള ഇൻറ്റിജർ വാല്യൂ എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ വരുന്ന സമയത്ത് n of 3 അല്ലെങ്കിൽ n of C2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 33 ആണ് വരിക. ഓക്കെ, അതുപോലെ n of 5 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ പറഞ്ഞിരിക്കുന്ന 100 ഡിവൈഡഡ് ബൈ 5 എടുക്കുക. ഓക്കെ, അപ്പോൾ എത്ര വരും? 100 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 20. ഇവിടെ പിന്നെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറും അത് ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ ഇൻറ്റിജറാണ്, അത് കുഴപ്പമില്ല, 20 തന്നെ എടുക്കാം. അപ്പോൾ n of 5 = 20 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ജനറൽ കേസായിട്ട് നമ്മൾ പറയുകയാണ് n of C1 is equal to 100/2 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് equal to 2 വേർ r is the ഈ പറഞ്ഞിരിക്കുന്ന ഗ്രേറ്റസ്റ്റ് ആർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു നൊട്ടേഷൻ എന്താണെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇസ് ദി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ
ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ. അപ്പോൾ ഈ ഇങ്ങനെ ഒരു സിമ്പൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എടുക്കുക ആർ എന്ന് പറയുന്ന സംഖ്യയേക്കാൾ തൊട്ട് താഴെയുള്ള അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള താഴെയുള്ള ഇൻറ്റിജർ വാല്യൂ ഏതാണോ ആ വാല്യൂ ആണ് എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5.32 ആണ് നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ കണ്ടുപിടിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും 5 എന്ന് വരും. അതുപോലെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എൻ ഓഫ് C1 പറഞ്ഞു 50 ആണ്, എൻ ഓഫ് C2 പറഞ്ഞു 33 ആണ്, എൻ ഓഫ് C3 പറഞ്ഞു 20 ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ശരിക്കും ശ്രദ്ധിക്കുക, എൻ ഓഫ് C1 C2 ആണ്. എൻ ഓഫ് C1 C2 എന്ന് പറഞ്ഞാൽ 2 കൊണ്ടും അതുപോലെ തന്നെ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ എലമെൻസിൻ്റെയും എത്ര നമ്പർ, നമ്പേഴ്സ് അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ടോട്ടൽ കൗണ്ടേ വേണ്ടു. ഒന്നിക്ക് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ആറിൻ്റെ മൾട്ടിപ്പിൾസിലൊക്കെ എഴുതി നോക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ 1000 അല്ലെങ്കിൽ 1 lakh എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് എഴുതിക്കൊണ്ട് കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത്തരം കേസസിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി ഈ പറഞ്ഞിരിക്കുന്ന എൻ ഓഫ് C1 C2 ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാം. കോംപ്ലിമെന്റ് അല്ല, ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുക. ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. 2 ആൻഡ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകൾ. അപ്പോൾ നമ്മൾ ഈ കേസിൽ നമ്മൾ ചെയ്യുമ്പോൾ നേരത്തെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തത്, അതിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി 2ൻ്റെയും 3ൻ്റെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്നതിന് എന്ത് ചെയ്യുക, 2 × 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എടുക്കുക. ദാറ്റ് മീൻസ് 100/6 എടുക്കുക. 100/6 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 1 ഈ പറഞ്ഞിരിക്കുന്ന 10ൽ 1 4 16 പോയിന്റ് സം വാല്യൂ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 16 പോയിന്റ് വാല്യൂവിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ എന്ത് വരും, 16 വരും. ഓക്കെ, അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എൻ ഓഫ് C1 C2. ഇത് 6 എന്നുള്ള 2 × 3 എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കുക. 2 × 3 അപ്പോൾ അത് 6 ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 16.67 ദാറ്റ് ഈസ് 16 വരും. ഇനി അടുത്തത് എന്താ, അടുത്തത് എൻ ഓഫ് C2 C3. എൻ ഓഫ് C2 C3 എന്ന് പറഞ്ഞാൽ C2 എന്ന് പറഞ്ഞാൽ എന്താ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. C3 എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എൻ ഓഫ് C2 C3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ പറഞ്ഞിരിക്കുന്ന 100. C2 എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, C3 എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 3 × 5 കൊണ്ട് എന്ത് ചെയ്യുക, 100നെ ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് നമുക്ക് കിട്ടുക 6.67. അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. അതേപോലെ എൻ ഓഫ് C1 C3 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന 2 × 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 10. നമുക്ക് കിട്ടുക 10 ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ എൻ ഓഫ് C1 C3 എന്ന് പറയുമ്പം എന്ത് കിട്ടി, 10 കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എൻ ഓഫ് ഈ പറഞ്ഞിരിക്കുന്ന C1 C2 C3 എന്തായിരിക്കും വരിക, എൻ ഓഫ് C1 C2 C3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് എങ്ങനെയായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് പറയാം, എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ 100 ആണ്. അപ്പോൾ C1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. C2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എടുക്കലല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി C3 എന്ന് പറഞ്ഞാൽ എന്താ, 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, 5 കൊണ്ട് താഴെ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എടുക്കുക. ദാറ്റ് ഈസ് 100/30. ഓക്കെ, ദാറ്റ് ഈസ് 3 പോയിന്റ് സംതിങ് വരും, ദാറ്റ് ഈസ് 3. ഓക്കെ, ഇതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എൻ ഓഫ് C1 C2 C3 എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ കണ്ടുപിടിക്കുക. പക്ഷേ നമ്മളോട് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് എന്തിനാ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 കൊണ്ടോ 3 കൊണ്ടോ 5 കൊണ്ടോ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യകളുടെ എണ്ണം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ എടുത്തത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ 3 സ്റ്റെപ്പുകൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n കോംപ്ലിമെൻറ്റ്, അതായത് n ഓഫ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് മീൻസ് C1 കോംപ്ലിമെൻറ്റ്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് മീൻസ് C2 കോംപ്ലിമെൻറ്റ്, അതുപോലെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് C3 കോംപ്ലിമെൻറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം n മൈനസ് സിഗ്മ n ഓഫ് CI, n ഓഫ് CIസിൻ്റെ സമ്മ് പ്ലസ് സിഗ്മ n ഓഫ് CI CJ, C1 C2 C2 C3 C1 C3 അതിൻ്റെ എല്ലാം സമ്മ് എടുക്കുക മൈനസ് n ഓഫ് C1 C2 C3. ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ സമ്മ് ചെയ്യുക. ഈ വാല്യൂസ് ഓരോന്നായിട്ട് സമ്മ് ചെയ്യുക. ഈ അതുപോലെ ലാസ്റ്റത്തെ വാല്യൂ സിംഗിൾ വാല്യൂ ആയിരിക്കും, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ബൈ ദി ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ n ഓഫ് C1 കോംപ്ലിമെൻറ്റ് C2 കോംപ്ലിമെൻറ്റ് C3 കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു ജസ്റ്റ് വാല്യൂസ് കൊടുക്കുന്നു, n മൈനസ് ഓഫ് n ഓഫ് C1 പ്ലസ് n ഓഫ് C2 പ്ലസ് n ഓഫ് C3 പ്ലസ് n ഓഫ് C1 C2 പ്ലസ് n ഓഫ് C2 C3 പ്ലസ് n ഓഫ് C1 C3 മൈനസ് n ഓഫ് C1 C2 C3. ഇനി ഓരോ വാല്യൂസ് ആയിട്ട് കൊടുക്കുക. n എന്ന് പറഞ്ഞാൽ 100, n ഓഫ് C1 എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച 50 പ്ലസ് 33 പ്ലസ് 20
പ്ലസ് എൻ ഓഫ് C1 C2 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് 16 എത്ര എണ്ണം ഉണ്ട് 16 എണ്ണം ഉണ്ട്. അതുപോലെ C2 C3 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകൾ 6. അതുപോലെ C1 C3 2 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളുടെ എണ്ണം 10. ലാസ്റ്റ് മൈനസ് എൻ ഓഫ് C1 C2 C3 2 കൊണ്ടും 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളുടെ എണ്ണം എത്രയാണ് 3 ആണ്. സോ ഇതെല്ലാം കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 26. അതായത് ഈ പറഞ്ഞിരിക്കുന്ന 100 നമ്പേഴ്സിൽ 2 കൊണ്ടോ 3 കൊണ്ടോ 5 കൊണ്ടോ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത 26 സംഖ്യകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഐഡിയ കൂടി നമുക്ക് പരിചയപ്പെടാം. ഡിറേഞ്ച്മെന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എടുക്കാം. ഒരു സ്പോർട്സ് ഐറ്റം കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ആ സ്പോർട്സ് ഐറ്റത്തിൽ ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ. ഓക്കെ, അപ്പം ഫസ്റ്റ് കിട്ടിയ ആളുണ്ട്, സെക്കൻഡ് കിട്ടിയ ആളുണ്ട്, തേർഡ് കിട്ടിയ ആളുണ്ട്. സപ്പോസ് ഫസ്റ്റ് കിട്ടിയ ആൾ A, സെക്കൻഡ് കിട്ടിയ ആൾ B, തേർഡ് കിട്ടിയ ആൾ C. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ മെഡൽ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ശരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ എ എന്ന് പറയുന്ന ആൾക്കാണ് ഫസ്റ്റ് കിട്ടിയത്, B എന്ന് പറയുന്ന ആൾക്ക് സെക്കൻഡ് കിട്ടി, C എന്ന് പറയുന്ന ആൾക്ക് തേർഡ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിക്കുക. റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യേണ്ടത്? കൃത്യമായ പബ്ലിഷിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു A, സെക്കൻഡ് പ്രൈസ് ഗോസ് ടു B, തേർഡ് പ്രൈസ് ഗോസ് ടു C. ഇതാണ് യഥാർത്ഥ അറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പോൾ ഡിറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് ഇൻ ഇറ്റ്സ് റൈറ്റ് പ്ലേസ് എന്ന് വെച്ചാൽ ഒന്നും അതിൻ്റെ യഥാർത്ഥ പൊസിഷനിലില്ല എന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് പ്ലേസ് A എന്ന് പറയുന്നതിന് പകരം എന്ത് കൊടുക്കുക? B കൊടുക്കുക. സെക്കൻഡ് പ്ലേസ് B എന്ന് പറയുന്നതിന് പകരം എന്തിന് കൊടുക്കുക? C എന്ന് പറയാം. അതുപോലെ തേർഡ് പ്ലേസ് Cക്ക് പകരം എന്തായിട്ട് എഴുതി വെക്കുക? A ആയിട്ട് എഴുതി വെക്കുക. ഇങ്ങനെ തെറ്റിച്ചിട്ട് എത്ര രീതിയിൽ എനിക്ക് കൊടുക്കാം, അതിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിറേഞ്ച്മെന്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഡിറേഞ്ച്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കാം. നത്തിങ് ഇൻ ഇറ്റ്സ് റൈറ്റ് പൊസിഷൻ, അതായത് ഒരു പൊസിഷൻ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അപ് ടു കുറേ സ്റ്റേജസ് ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് പൊസിഷനിൽ വരേണ്ട ഒരു സംഭവം ഉണ്ടാവും, സെക്കൻഡ് പൊസിഷനിൽ വരേണ്ട ഒരു സംഭവം ഉണ്ടാവും, തേർഡ് പൊസിഷനിൽ വരേണ്ട ഒരു സംഭവം ഉണ്ടാവും. ഇങ്ങനെ ഓരോ പൊസിഷനിലും കൃത്യമായിട്ട് വരേണ്ട കുറേ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതാണ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിറേഞ്ച്മെന്റിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒന്നും അതിൻ്റെ റൈറ്റ് പ്ലേസിൽ അല്ലാത്ത രീതിയിൽ എത്ര രീതിയിൽ എനിക്ക് അറേഞ്ച് ചെയ്യാം, അതാണ് എന്ത് ഡിറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് വരാം. നത്തിങ് ഈസ് ഇൻ ഇറ്റ്സ് റൈറ്റ് പ്ലേസ്, അതാണ് ഇവിടെ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പൊസിഷൻ ഫസ്റ്റ്, ഓക്കെ, സെക്കൻഡ്, ഓൾ ഇൻ ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് പൊസിഷനിലേക്ക് 2 വന്നാൽ അത് സെറ്റായി, 3 തേർഡിൽ തേർഡ് വന്നാൽ അത് സെറ്റായി, ഫോർത്തിൽ 4 വന്നാൽ അത് സെറ്റായി, 5ൽ 5 വന്നാൽ അത് സെറ്റായി. ഓക്കെ, ഇതാണെന്ത് റൈറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്. ഓൾ ആർ ഇൻ റൈറ്റ് പ്ലേസ്. ഇനി ഇതല്ലാതെ രണ്ടിൻ്റെ സ്ഥാനത്ത് ഒന്നാമത്തെ പൊസിഷനിൽ 2 വരിക, രണ്ടാമത്തെ പൊസിഷനിൽ 3 വരിക, മൂന്നാമത്തെ പൊസിഷനിൽ 1 വരിക, നാലാമത്തെ പൊസിഷനിൽ 5 വരിക, അഞ്ചാമത്തെ പൊസിഷനിൽ 4 വരിക. ഓക്കെ, നത്തിങ് ഈസ് ഇൻ റൈറ്റ് പ്ലേസ്. അപ്പോൾ ഇവിടെ എന്താ, ഒന്നും ഒന്നിൻ്റെ പൊസിഷനിലോ അല്ല. ഇപ്പോൾ 1ൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അയാൾ ശരിക്കും വരേണ്ടത് എവിടെയായിരുന്നു? 1-ലായിരുന്നു. പക്ഷേ അയാൾ ഇപ്പോൾ എവിടെയുള്ളത്? 3-ലാണ്. അതുപോലെ 4-ൽ വരേണ്ട ഒരാൾ എന്തിൽ വന്നു? 5-ൽ വന്നു. അങ്ങനെ ഓരോന്നും ഏതെങ്കിലും ഒന്ന് മാത്രമല്ല. ഇപ്പോൾ സപ്പോസ് ഇതിപ്പോൾ 2-ൽ തന്നെ വന്നു കഴിഞ്ഞാൽ എന്തായി? അതിന് നമുക്ക് ഡിറേഞ്ച്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാ ആളുടെ പൊസിഷൻ എന്തായിരിക്കണം? മാറിയിരിക്കണം. അതായത് നത്തിങ് ഈസ് ഇൻ ഇറ്റ്സ് റൈറ്റ് പ്ലേസ്, ഒന്നും ഒന്നിൻ്റെ സ്ഥാനത്ത് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒന്നും ഒന്നിൻ്റെ സ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ എത്ര വ്യത്യസ്തമായ രീതിയിൽ നമുക്കിതിനെ അറേഞ്ച് ചെയ്യാം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിറേഞ്ച്മെന്റ് എന്ന് വിളിക്കുക. ഇൻ ഹൗ മെനി വേസ് വി ക്യാൻ അറേഞ്ച് the numbers so that they are not in its own place, that is one is not in first position, its natural position. നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് മാറും. നമ്മളിപ്പോൾ നേരത്തെ ഈ പറഞ്ഞൊരു സ്പോർട്സ് ഐറ്റത്തിൻ്റെ കേസിലാണെങ്കിൽ വ്യക്തികളാണ് പൊസിഷൻ്റെ സ്ഥാനത്തേക്ക് വരുന്നത്, അത് മനസ്സിലാക്കാം. അപ്പോൾ 1 is not in the first position, 2 is not in the second place, etc. 5 is not in the fifth place. ഈ ഒരു കേസ് ആണെങ്കിൽ these arrangements are called derangements of 1, 2, 3, etc. 5. ഓക്കെ, ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിറേഞ്ച്മെന്റ്സ്. അപ്പോൾ ഇവിടെ ഡിറേഞ്ച്മെന്റ്സും നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷനുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം എന്താ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷനിൽ ഞാൻ പറഞ്ഞത് എന്താ? C1 കോംപ്ലിമെന്റ്, C2 കോംപ്ലിമെന്റ്, C3 കോംപ്ലിമെന്റ് അല്ലേ? എന്ന് വെച്ചാൽ എന്താ, C1 ഇല്ലാത്തത്, C2 ഇല്ലാത്തത്, C3 ഇല്ലാത്തതിനെ പറ്റിയല്ലേ നമ്മൾ അവിടെയും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് എന്താ വേണ്ടത്? തെറ്റായ കാര്യങ്ങൾ. ഇപ്പോൾ C1 എന്ന് പറയുന്നത് എന്താ? C1 എന്ന് പറഞ്ഞാൽ സപ്പോസ് ഞാൻ ഫസ്റ്റ് ഗോസ് ടു
1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ എ ബി സി എന്ന് പറഞ്ഞ കേസ് എടുക്കുക. എ എന്ന് പറയുന്ന ആള് ഫസ്റ്റ് പ്ലേസിൽ തന്നെ പോയിരിക്കുക. ബി എന്ന് പറയുന്നത് C2 എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ആള് സെക്കൻഡ് പ്ലേസിൽ പോയിരിക്കുക. C3 എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ആള് തേർഡ് പ്ലേസിൽ പോയിരിക്കുക. ഇതാണ് കൃത്യമായ അറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പൊ ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഡിറേഞ്ച്മെന്റിലേക്ക് വരുമ്പോൾ എന്താ, C1 എന്ന് പറയുന്നത് എന്താ, എ ഈസ് നോട്ട് ഇൻ ഫസ്റ്റ് പൊസിഷൻ. എ എന്തിൽ ഉണ്ടാവാൻ പാടില്ല, ആദ്യത്തെ പൊസിഷനിൽ ഉണ്ടാവാൻ പാടില്ല. C2 എന്ന് പറഞ്ഞാലോ ബി ഈസ് നോട്ട് ഇൻ സെക്കൻഡ് പൊസിഷൻ. C3 എന്ന് പറഞ്ഞാലോ സി ഈസ് നോട്ട് ഇൻ തേർഡ് പൊസിഷൻ. അപ്പോൾ അവിടെ എന്താ വരുന്നത്, കോംപ്ലിമെന്റ് അല്ലേ വരുന്നത്. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിറേഞ്ച്മെന്റ്സിന് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ലെറ്റ് C1 ബി ദി കണ്ടീഷൻ condition 1 is in the first position, C2 2 is in the second position, C3 3 is in the third position, C4 എന്ന് പറഞ്ഞാൽ 4 is in the fourth position, C5 എന്ന് പറഞ്ഞാൽ 5 is in the fifth place. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലത്തിൽ നിന്ന് ജനറൽ ഡെഫിനിഷനിലേക്ക് വരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് then the total number of arrangement. അപ്പോൾ ഇവിടെ നമ്മൾക്ക് 1 2 3 4 5 ഇത്രയും സംഖ്യകളുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് വരുന്ന അറേഞ്ച്മെന്റ് ഈ 5 സംഖ്യകളെ 5 പൊസിഷനിൽ എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. പെർമ്യൂട്ടേഷന്റെ കൺസെപ്റ്റ് പ്രകാരം 5 ഫാക്ടോറിയൽ വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 5 നമ്പേഴ്സിനെ 5 പൊസിഷനിൽ കൃത്യമായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് 1 2 3 എക്സെട്ര 5 ഈസ് ഗിവൺ ബൈ 5 ഫാക്ടോറിയൽ. ഇനി എന്താ, ഇനി നമ്മൾ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. n of C1 ഈസ് ദി സെറ്റ് ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് 1 2 3 എക്സെട്ര 5. n of C1 എന്ന് പറഞ്ഞാൽ C1 എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് പെർമ്യൂട്ടേഷൻസ് ആണ്. C1 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്നത് എല്ലാ എലമെന്റ്സും എന്താ ഫസ്റ്റ് പൊസിഷനിൽ കണ്ടീഷൻ ആക്കുക. ഓക്കെ, അപ്പോൾ n of C1 എടുക്കുന്ന സമയത്ത് ഫസ്റ്റിനെ എന്ത് ചെയ്യാം, ഫസ്റ്റ് പൊസിഷനിലേക്ക് ആക്കി വെക്കുക. അപ്പോൾ n of C1 എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന അറേഞ്ച്മെന്റിൽ നമ്മുടെ C1 എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുക. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതല്ലേ n of C1 എന്ന് പറയുന്നത്. നമ്മൾ നമ്പറിന്റെ കേസ് വിട്ടിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കേസിലേക്ക് വരികയാണ്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കാം. അപ്പോൾ n of C1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് എന്ന് പറയുന്ന നമ്പർ എവിടെ ഉണ്ടാവും, ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടാവും. ഓക്കെ, n of C1 മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന 5 പൊസിഷനിൽ ഫസ്റ്റ് പ്ലേസ് 1 ആണ്. പക്ഷെ ബാക്കി പ്ലേസിൽ എന്താണെന്ന് പറയുന്നില്ല. ബാക്കി പ്ലേസിൽ എന്ത് വേണമെങ്കിലും വരാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വരും, ഇവിടെ 1 ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം 5 സംഖ്യകളാണുള്ളത് 1 to 5 വരെ. അതിൽ 1 ആദ്യത്തെ സ്ഥലത്ത് വന്നു. അപ്പോൾ ബാക്കി വരുന്ന 2 3 4 5 എന്ന് വെച്ചാൽ ടോട്ടൽ 4 സംഖ്യകൾ. അതിൽ 4 ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് പൊസിഷനിലേക്ക് വരാം. ഇവിടെ ഫിക്സ് ചെയ്യുന്ന 1 ഒഴികെയുള്ള ബാക്കി ഏതെങ്കിലും ഒരു പൊസിഷൻ ഇവിടെ ഫിക്സ് ചെയ്യും. അതൊഴികെയുള്ള ബാക്കി ഇവിടെ വരാം, അതൊഴികെയുള്ള ബാക്കി ഇവിടെ വരാം, ഇങ്ങനെ വരാം. എന്ന് വെച്ചാൽ ബാക്കി എത്ര പൊസിഷൻ ഉള്ളത്, 4 പൊസിഷൻ 4 സംഖ്യകൾ. സോ 4 ഫാക്ടോറിയൽ വേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ അറേഞ്ച്മെന്റ്സ് നടത്താം. ഓക്കെ, അതാണ് n of C1. n of C1 എന്തുകൊണ്ടാണ് 4 ഫാക്ടോറിയൽ വന്നതെന്ന് മനസ്സിലാക്കുക. C1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 1 എന്ന് പറയുന്ന നമ്പർ ഈസ് ഇൻ ഫസ്റ്റ് പൊസിഷൻ ആണ്. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ ഫിക്സ് ചെയ്യാം. ദെൻ ബാക്കിയുള്ളതിനൊക്കെ അറേഞ്ച്മെന്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിമിലർലി നിങ്ങൾക്ക് n of C2 എന്ത് തന്നെയായിരിക്കും, n of C2 ഇതുപോലെ തന്നെയല്ലേ വരിക അല്ലേ. എന്ത് വരും, ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് പൊസിഷനിൽ 2നെ പ്ലേസ് ചെയ്യുക. ബാക്കിയുള്ള 4 പ്ലേസിൽ 1 3 4 5 അതിൽ ഏത് സംഖ്യകൾ വേണമെങ്കിൽ വരാം. അപ്പോൾ എത്ര സംഖ്യകളുണ്ട്, 4 സംഖ്യകൾ 4 പ്ലേസ്. അഗൈൻ 4 ഫാക്ടോറിയൽ. ഇനി n of C3 വന്നാലോ, C3 വന്നു കഴിഞ്ഞാൽ 3നെ ഫിക്സ് ചെയ്യാം അല്ലേ. 3നെ ഫിക്സ് ചെയ്യുക. ബാക്കിയുള്ള 4 പൊസിഷൻ, ഇവിടെയുള്ള 2 പൊസിഷൻ, ഇവിടെയുള്ള 2 പൊസിഷൻ, ബാക്കിയുള്ള 1 2 4 5 ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ n of C4 എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ അല്ലേ. എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന 4ാമത്തെ പൊസിഷനിൽ 4നെ ഫിക്സ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള പൊസിഷൻസിന് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ n of C5 എന്ന് പറഞ്ഞാൽ 5ാമത്തെ പൊസിഷന് നമുക്ക് 5 എന്ന് പറഞ്ഞിട്ട് ഫിക്സ് ചെയ്യുക. ബാക്കിയുള്ളത് എത്ര രീതിയിൽ പറ്റും. അതാണത് 4 ഫാക്ടോറിയൽ വേസ്. ഓക്കെ, 4 ഫാക്ടോറിയൽ വേ. ഇനി n of C1 C2 ഒന്ന് ആലോചിച്ച് നോക്ക്, സിമ്പിളാണ്. n of C1 C2 എന്ന് പറഞ്ഞാൽ C1 ഇന്റർസെക്ഷൻ C2, അതായത് 1 ഈസ് ഇൻ ഫസ്റ്റ് പൊസിഷൻ, 2 ഈസ് ഇൻ സെക്കൻഡ് പൊസിഷൻ അല്ലേ. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിൽ, 2 എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനിൽ. അത് ഫിക്സ് ചെയ്യുക. അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 1 2ന്റെ ഫോമിലേക്ക് വരും. ഇനി ബാക്കി വരുന്നത് 3 4 5 എന്ന് പറഞ്ഞ പൊസിഷൻ. അവിടെ വേണമെങ്കിൽ ഏത് നമ്പർ വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. കാരണം C1 ഇന്റർസെക്ഷൻ C2 വരുന്നതിൻ്റെ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ 1 ഫിക്സ് ചെയ്തു, സെക്കൻഡ് പൊസിഷൻ 2 ഫിക്സ് ചെയ്തു. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഏത് സംഖ്യകൾ വേണമെങ്കിൽ വരാം. അപ്പോൾ എത്ര സംഖ്യകളുണ്ട്, 3 സംഖ്യകളുണ്ട്, 3 പൊസിഷൻ ഉണ്ട്. സോ 3 ഫാക്ടോറിയൽ വേസ്. അതാണ് n of C1 C2 എന്ന് പറയുന്നത് 3 ഫാക്ടോറിയൽ. ഇനി ഇതേപോലെ തന്നെയല്ലേ n of C2 C3 വരിക, അതും എന്ത് തന്നെയായിരിക്കും, 3 ഫാക്ടോറിയൽ. n of
C2C4 3 ഫാക്ടോറിയൽ. ഇങ്ങനെ എല്ലാ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ നമുക്ക് എന്താ കിട്ടുക? ഈ പറഞ്ഞിരിക്കുന്ന 3 ഫാക്ടോറിയൽ വേസ് ആണ് കിട്ടുക. പക്ഷേ ഈ ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇതെല്ലാം തന്നെയാണ് റിപ്പീറ്റ് ആണ്. അപ്പോൾ റിപ്പീറ്റേഷൻ എത്ര ടൈപ്പ് വരും? അപ്പോൾ അത് അവിടെ നമ്മൾ കോമ്പിനേഷൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതായത് മൊത്തം 5 സംഖ്യകളുണ്ട്, അതിൽ 2 സംഖ്യകളുള്ള എത്ര കോമ്പിനേഷൻസ് പറ്റും അല്ലേ? ഇപ്പോൾ 1 2 3 4 5. അപ്പോൾ C1 C2 C3 C4 C5. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? C1 C2 കണ്ടുപിടിച്ച് അതിനുശേഷം C1 C3 കണ്ടുപിടിച്ച് അതിനുശേഷം C1 C4 C1 C5, ദെൻ C2 C3 C2 C4 C2 C5, ദെൻ C3 C4 C3 C5, ദെൻ C4 C5. ഇത്രയും 2 എണ്ണത്തിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ടാവും. ഒന്നിക്ക് ഇതൊക്കെ എഴുതി നോക്കാം, പക്ഷെ ഇതൊക്കെ എഴുതി നോക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇതെന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന 5 എണ്ണത്തിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? 5 കണ്ടീഷന് ഏതെങ്കിലും 2 കണ്ടീഷൻസ് എത്ര രീതിയിൽ കമ്പൈൻ ചെയ്യാം, അതാണ് എന്ത് 5C2 വേസ്. 5C2 വേസിലുള്ള അത്രയും എലമെന്റ്സ് ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോന്ന് എഴുതി നോക്കിയാലും നിങ്ങൾക്ക് കിട്ടുക. അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. There are 5C2 N of CICJ. 2 എണ്ണത്തിൻ്റെ എത്ര കോമ്പിനേഷൻസ് ഉണ്ടാവും? 2 എണ്ണത്തിൻ്റെ 5C2 കോമ്പിനേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചോദിച്ചോട്ടെ, C1 C2 C3 വരുന്ന രീതിയിലുള്ള 3 എണ്ണത്തിൻ്റെ, അതുപോലെ എന്ത് വരാം? C2 C3 C4. അപ്പോൾ C1 എക്സെട്ര C5 ഉപയോഗിച്ചിട്ട് 3 എണ്ണത്തിൻ്റെ എത്ര കോമ്പിനേഷൻ ഉണ്ടാവും? 5C3. ഓക്കെ. അപ്പോൾ ഇവിടെ 2 എണ്ണത്തിൻ്റെ കോമ്പിനേഷൻ എത്രയാണെന്ന് കിട്ടി? 2 എണ്ണത്തിൻ്റെ 5C2 വേസ് ഉണ്ടാവും. പക്ഷേ 5C2 വേയിൽ ഓരോന്നിലും എത്ര നമ്പർ ഓഫ് വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം? 3 ഫാക്ടോറിയൽ വേസ്. അതായത് C1 C2ൻ്റെ കേസ് എടുത്താൽ 3 ഫാക്ടോറിയൽ വേസ്, C1 C3ൻ്റെ കേസ് എടുത്താലും 3 ഫാക്ടോറിയൽ വേസ്. അങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യാം? ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതെല്ലാം കൂടി സമ്മ് ചെയ്യാവുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞിരിക്കുന്ന 5C2 ഇൻറ്റു 3 ഫാക്ടോറിയൽ ചെയ്താൽ മതി. ഓക്കെ, അതാണ് 5C2 ഇൻറ്റു 3 ഫാക്ടോറിയലായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി N ഓഫ് C1 C2 C3. N of C1 C2 C3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈസ് ഇൻ ദി ഫസ്റ്റ് പൊസിഷൻ, 2 ഈസ് ഇൻ ദി സെക്കൻഡ് പൊസിഷൻ, 3 ഈസ് ഇൻ ദി തേർഡ് പൊസിഷൻ. ബാക്കി വരുന്ന 2 പൊസിഷനല്ലേ ഉള്ളൂ അല്ലേ? ആ 2 പൊസിഷനിൽ നമുക്ക് 4ഉം 5ഉം മാറ്റി മാറ്റി കൊടുക്കാം. ദാറ്റ് മീൻസ് എത്രയുണ്ട്? 2 പൊസിഷൻ 2 സംഖ്യകൾ. സോ 2 ഫാക്ടോറിയൽ വേസ്. അപ്പോൾ N of C1 C2 C3 എന്ന് പറയുന്നത് 2 ഫാക്ടോറിയൽ വേസ്. ഓക്കെ. ഇനി ഇതേപോലെ എന്തെല്ലാം കോമ്പിനേഷൻ ഉണ്ടാവും? N of C1 C2 C4, C1 C2 C5, ദെൻ C2 C3 C4, C2 C3 C5. ഇങ്ങനെ ഓരോ 3 എണ്ണത്തിൻ്റെ കോമ്പിനേഷനും എടുക്കാം. ഇവിടെയൊക്കെ നമുക്ക് എന്തെന്നെ കിട്ടുക? 2 ഫാക്ടോറിയൽ വേസ് തന്നെയല്ലേ കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഓരോ 2 ഫാക്ടോറിയൽ വേസും നമുക്കിങ്ങനെ വേസ് എടുത്തിട്ട് ടോട്ടൽ സം ചെയ്യുന്നതിന് പകരം ഈ 2 ഫാക്ടോറിയലിന് എത്ര N of CI CJ CK കണ്ടുപിടിക്കാൻ പറ്റും നോക്കിയാൽ പോരെ? എത്ര എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും? 5C3. അപ്പോൾ 5C3 ഇൻറ്റു 2 ഫാക്ടോറിയൽ വേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കോമ്പിനേഷൻ 3 എണ്ണത്തിൻ്റെ കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെയല്ലേ 4 എണ്ണത്തിൻ്റെ കോമ്പിനേഷൻ? 4 എണ്ണത്തിലേക്ക് വരുമ്പോൾ എന്തായി? 4 എണ്ണത്തിലേക്ക് വരുമ്പോൾ 1 ഈസ് ഇൻ ഫസ്റ്റ് പൊസിഷൻ, 2 ഈസ് ഇൻ സെക്കൻഡ് പൊസിഷൻ, 3 ഈസ് ഇൻ തേർഡ് പൊസിഷൻ, 4 ഈസ് ഇൻ ഫോർത്ത് പൊസിഷൻ, 5th പൊസിഷൻ മാത്രം നമുക്ക് ഒരു വേസിലെ ഫില്ല് ചെയ്യാൻ പറ്റും. അത് 5. എത്ര വേ ആണ്? ഒരു വേ. ഓക്കെ. ഈ പറഞ്ഞിരിക്കുന്ന 5C4 വേസ് ആണ്. 5C4 എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി എന്തായി? ഈ പറഞ്ഞിരിക്കുന്ന N of C1 C2 C3 C4 1 ഫാക്ടോറിയൽ. അതുപോലെ തന്നെ നമുക്ക് എന്തും വരും? C2 C3 C4 C5 ഒന്നൂടെ. അതെങ്ങനെ വരും? അതെങ്ങനെ വരുന്നു വെച്ചാൽ ആദ്യത്തെ പൊസിഷൻ ഒഴികെ ബാക്കിയുള്ള എല്ലാം എന്ത് ചെയ്യുന്നു? 2 ഫിക്സ് ചെയ്തു, 3 ഫിക്സ് ചെയ്തു, 4 ഫിക്സ് ചെയ്തു, 5 ഫിക്സ് ചെയ്തു. പിന്നെ ഫസ്റ്റ് പൊസിഷനിൽ എന്തേ വരാൻ പറ്റൂ? 1 വരാൻ പറ്റൂ. ഒരു പൊസിഷൻ ഒരു സംഖ്യ, 1 ഫാക്ടോറിയൽ വേ. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഈ പറഞ്ഞിരിക്കുന്ന 4 എണ്ണത്തിൻ്റെ എത്ര കോമ്പിനേഷൻ ഉണ്ടാവും? മൊത്തം 5 എണ്ണം. അതിൽ 5C4 വേസ് ഉണ്ടാവും. 5C4 വേ. അപ്പോൾ 5C4 ഇൻറ്റു 1 ഫാക്ടോറിയൽ. അപ്പോൾ അങ്ങനെ മൊത്തം അതും 5 എണ്ണം കിട്ടും. അതേപോലെ 5 എണ്ണത്തിൻ്റെ കേസോ? 5 എണ്ണത്തിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ 5 സ്ഥലത്ത് എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യുക. 5 സ്ഥലത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 എത്രയേ ഉണ്ടാവുള്ളൂ? ഒറ്റ കേസിൽ ഉണ്ടാവുമല്ലോ, ഒറ്റൊന്ന് മാത്രം. അപ്പോൾ അവിടെ വേണ്ട. സോ by the inclusion exclusion principle, number of arrangements in which satisfy none of the condition. എന്ന് വെച്ചാൽ C1 നമ്മൾ എടുത്ത് എന്തായിരിക്കുന്നു? ഫസ്റ്റ് ഈസ് ഇൻ ദി 1 ഈസ് ഇൻ ദി ഫസ്റ്റ് പൊസിഷൻ, C2 2 ഈസ് ഇൻ ദി സെക്കൻഡ് പൊസിഷൻ, 3 ഈസ് ഇൻ ദി തേർഡ് പൊസിഷൻ, C3 C4 C5 അങ്ങനെ എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിറേഞ്ച്മെന്റ്സ് ആണ്. ഡിറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നത്തിങ് ഈസ് ഇൻ റൈറ്റ് പ്ലേസ് അല്ലേ? എന്ന് വെച്ചാൽ 1 ഫസ്റ്റ് പ്ലേസിൽ ഉണ്ടാവാൻ പാടില്ല. ദാറ്റ് മീൻസ് C1 കോംപ്ലിമെന്റ്. 2 എന്തിലുണ്ടാവാൻ പാടില്ല? സെക്കൻഡ് പ്ലേസിൽ ഉണ്ടാവാൻ പാടില്ല. എക്സെട്ര C5 എന്താ വെച്ചാൽ എന്താ? 5 അഞ്ചാമത്തെ പൊസിഷനിൽ ഉണ്ടാവാൻ പാടില്ല. മീൻസ് C5 കോംപ്ലിമെന്റ്. ഇതിൻ്റെ
കണ്ടീഷനല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ n ഓഫ് C1 കോംപ്ലിമെൻറ്റ്, C2 കോംപ്ലിമെൻറ്റ്, C3 കോംപ്ലിമെൻറ്റ്, C4 കോംപ്ലിമെൻറ്റ്, C5 കോംപ്ലിമെൻറ്റ്, ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യാലോ. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. n മൈനസ് സിഗ്മ n ഓഫ് Ci, സിഗ്മ n ഓഫ് Ci Cj, സിഗ്മ n ഓഫ് Ci Cj Ck പ്ലസ് n ഓഫ് Ci Cj Ck Ci Cr. ഓക്കെ, മൈനസ് n ഓഫ് C1 C2 C3 C4 C5 അഞ്ചെണ്ണത്തിൻ്റെ. ഇത് ഓരോന്നും നമുക്കറിയാം, ഓരോന്ന് സം ചെയ്യുക. ഇത് ഓരോന്നിലും 5 ഫാക്ടോറിയൽ. അപ്പോൾ സിഗ്മ വരുന്ന സമയത്ത് മൊത്തം 5C1 രീതിയിൽ നമുക്കിത് കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 5C1. അടുത്തത് ഈ പറഞ്ഞിരിക്കുന്ന 5C2 വേസിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടെണ്ണത്തിൻ്റെ കളക്ഷൻസ് എടുക്കാൻ പറ്റും. NC2 5C2 ഇൻറ്റു 3 ഫാക്ടോറിയൽ. n ഓഫ് Ci Cj Ck എന്ന് വെച്ചാൽ മൂന്നെണ്ണത്തിൻ്റെ ഓരോന്നിലും 2 ഫാക്ടോറിയൽ. അങ്ങനത്തെ 5C3 വേസ് ഉണ്ടാവും. അതുപോലെ തന്നെ 4 എണ്ണത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് ഒന്നിൽ നമുക്ക് എത്രയേ പറ്റുള്ളൂ? ഒരു ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ടാവും? 5C4 വേ ഉണ്ടാവും. ലാസ്റ്റത്തത് പിന്നെ ഒറ്റ വേ മാത്രം, -1. ഇതൊക്കെ എന്ത് ചെയ്യാം? 5C1 ഇതൊക്കെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 44 എന്ന് വെച്ചാൽ എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം? 44 രീതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന സംഭവത്തിന് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ഡിറേഞ്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസ് എന്താ? 44. അപ്പോൾ നമ്പർ ഓഫ് ഡിറേഞ്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.